അന്താരാഷ്ട്ര വാർത്തകൾ കൃത്യസമയത്ത് ABC-യുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന ഞങ്ങൾ ഇന്ന് ഏറെ ആശ്വാസകരമായ ഒരു വാർത്തയുടെ ചില സൂചനകളാണ് നൽകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷത്തോളമായി റഷ്യ ഉക്രൈനിൽ വലിയ അധിനിവേശം ആരംഭിച്ചു. 2.5 വർഷമായിട്ട് യുദ്ധം അതിൻ്റെ പാരമ്യതയിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ ഈ റഷ്യൻ പ്രസിഡന്റ് പുടിൻ ആയിക്കോട്ടെ, ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ആയിക്കോട്ടെ, ഇവരാരും തമ്മിൽ കണ്ടാൽ മിണ്ടാത്തൊരവസ്ഥയാണ്. എന്നാൽ അതിനൊക്കെ ഒരു മാറ്റം വരും എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മളുമായി ചർച്ച ചെയ്യാൻ തോമസ് സാറുണ്ട്, ഒപ്പം AP അഹമ്മദ് മാഷുമുണ്ട്. സ്വാഗതം ABC-യിലെ ഈ ടോക്കിലേക്ക്. സാർ, ഈ വാർത്തകളുടെയൊക്കെ വിശദാംശങ്ങൾ എന്താണ്? 2014 തൊട്ട് തന്നെ അല്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ 2022 അതൊരു മൂർധന്യത്തിലെത്തിയത്. അതായത് പുടിൻ അല്ലെങ്കിൽ റഷ്യ യുക്രൈനിലേക്ക് ഇടിച്ചു കയറായിരുന്നു, പ്രത്യേകിച്ചൊരു പ്രകോപനവും കൂടാതെ. പക്ഷേ അതിനെപ്പറ്റി പത്രക്കാർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് യുക്രൈൻ ഒരു പക്ഷേ ഇവരുടെ കൂടെ, നേറ്റോയുടെ കൂടെ ചേരും എന്നൊരു സൂചന ഉണ്ടായിരുന്നു. അപ്പോൾ യുക്രൈനിന് എന്തെങ്കിലും കാര്യം യുക്രൈനെതിരെ ചെയ്യണമെങ്കിൽ അത് നേറ്റോയ്ക്ക് എതിരെ ചെയ്യേണ്ട ഒരു കണ്ടീഷനിലേക്കാണ് വന്നിരുന്നത്. അപ്പം നേറ്റോയായിട്ട് ഡയറക്റ്റ് ഒരു കൺഫ്രണ്ടേഷൻ ഉണ്ടാകാതിരിക്കാനാണ് യുക്രൈനെ ആക്രമിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസിനുള്ള സാധ്യത കാണപ്പെട്ടില്ല. വാസ്തവത്തിൽ പുടിൻ പ്രതീക്ഷിച്ചിരുന്നത് പെട്ടെന്ന് ചിലർ 2 മണിക്കൂർ എന്ന് പറഞ്ഞു, ചിലർ 2 ദിവസം എന്ന് പറഞ്ഞു, ചിലർ 2 ആഴ്ച കൂടുതൽ ഒരു കണക്കാരും പറഞ്ഞിട്ടില്ല റഷ്യക്ക് ഇവരെ തോൽപ്പിക്കാനായിട്ട്. പക്ഷേ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും എല്ലാ പ്രതീക്ഷകളും തെറ്റിപ്പോയെന്ന് വേണം പറയാനായിട്ട്. യുക്രൈൻ ധൈര്യമായിട്ട് പിടിച്ചു നിന്നു. റഷ്യയുടെ മുന്നേറ്റത്തെ അവർ ചെറുത്തു. വേറൊരു രാജ്യത്തിനും ഇതേപോലെ സാധിച്ചെന്ന് വരില്ല. പ്രത്യേകിച്ച് അന്ന് പത്രത്തിലൊക്കെ ഫോട്ടോ വന്നിരുന്നത് 50 കിലോമീറ്റർ നീട്ടമുള്ള ടാങ്ക് വ്യൂഹം ഒക്കെയാണ് കാണിച്ചിരുന്നത് റഷ്യയുടെ. അപ്പോൾ ഇവരങ്ങോട്ട് ഇടിച്ച് കയറി കഴിഞ്ഞാൽ എല്ലാം തീർന്നെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത്രയും നാളവർ പിടിച്ചു നിൽക്കുകയും ചെയ്തു. മാത്രമല്ല, ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലൻസ്കിയോട് ആ തുടക്കത്തിലൊക്കെ പലരും പറഞ്ഞു എവിടെയെങ്കിലും രക്ഷപ്പെടാനൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാനിവിടെ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് നാട്ടുകാരുടെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞു. അത് അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം പാലിക്കുകയും ചെയ്തു. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ അവിടെ ഭരിച്ചിരുന്ന ആൾ ഈ നേറ്റോ പോകണമെന്ന് ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ വിട്ടുപോയി. കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളതറിയാം. പക്ഷേ സെലൻസ്കി എന്ത് വന്നാലും വേണ്ടില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പിച്ച് അവിടെ തന്നെ നിന്നു. അങ്ങനെ പിന്നീട് പലരും ഇവരെ കോംപ്രമൈസിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ പുടിൻ എപ്പോഴും പറയുമായിരുന്നു, ഞാനെപ്പോഴെങ്കിലും ചർച്ചയ്ക്ക് തയ്യാറാണ്. അപ്പോൾ സെലൻസ്കി പറഞ്ഞിരുന്നത്, ചർച്ചയൊക്കെ കൊള്ളാം, ആദ്യം തന്നെ ഞങ്ങളുടെ സ്ഥലങ്ങൾ നിങ്ങൾ തട്ടിയെടുത്തിരിക്കുന്നത് തിരിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്തുവേണമെങ്കിലും ചർച്ച ചെയ്യാം, അല്ലാത്ത ചർച്ചയിൽ താല്പര്യമില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ പുടിനിങ്ങനെ പെട്ടെന്ന് ഭയങ്കര ജനറസ് ആയിട്ട് പറയുന്നുണ്ട്, ഞാൻ ചർച്ചയ്ക്ക് എപ്പോഴും തയ്യാറാണെന്ന് പറയുമ്പോഴും ഒരു കണ്ടീഷൻ ഉണ്ടതിൽ. ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊണറ്റ്സ്ക്, കെർസൺ, ലുഹാൻസ്ക്, സപ്പോറീഷ്യ ഈ 4 പ്രവിശ്യകൾ അവർക്ക് വിട്ടുകൊടുക്കണം. അതാണ് ഒരു കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, ഈ യുക്രൈനും നേറ്റോ ആയിട്ട് കരാറൊന്നും ഒപ്പിടാൻ പാടില്ല. അവർ തമ്മിലൊരു നേറ്റോയുടെ ഭാഗമാകാൻ പാടില്ല. നേറ്റോയുടെ ഭാഗമായി കഴിഞ്ഞാൽ അത് ഞങ്ങൾക്കെതിരെയുള്ള യുദ്ധമായിട്ട് കണക്കാക്കി ഞങ്ങൾ ആക്ഷൻ എടുക്കും. അതായിരുന്നു കണ്ടീഷൻ. അപ്പോൾ പെട്ടെന്ന് പുടിൻ ഇങ്ങനെ പറയുമ്പോൾ ഇത് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുമ്പോൾ എന്തൊരു കോംപ്രമൈസിങ് ആറ്റിറ്റ്യൂഡാണെന്ന് വിചാരിക്കും. പക്ഷേ ഒരിക്കലും സമ്മതിക്കാൻ പറ്റാത്ത അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കണ്ടീഷൻസ് വെച്ചിട്ടാണ് ഇത് ചർച്ചയ്ക്ക് വിളിച്ചിരുന്നത്. അതുകൊണ്ടാണ് സെലൻസ്കി ചർച്ചയ്ക്ക് തയ്യാറാകാതിരുന്നത്. അങ്ങനെ യാതൊരു ചർച്ചയും നടക്കാതെ വെസ്റ്റേൺ കൺട്രീസ് ആണെങ്കിൽ പുടിനെ ആകുന്നത്ര ഐസൊലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവരുടെ G7 മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിൽ ഒരിക്കലും പുടിനെ ഇപ്പോൾ വിളിക്കുന്നില്ല. പണ്ട് റഷ്യ നിർബന്ധമായിട്ട് അവിടെ ഉണ്ടായിരിക്കേണ്ടതാണ്, ഇപ്പോൾ അവരെ കൂട്ടണില്ല. അതേപോലെ വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിങ്ങിലും പുടിനെ ഉൾപ്പെടുത്താത്ത രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പുടിനാണെങ്കിൽ ഈ ഐസൊലേഷനിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ആരുടെയെങ്കിലും കൂടെയൊക്കെ പോയൊന്ന് കാണണമെന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് പോകാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ നോർത്ത് കൊറിയയുടെ ആളുടെ അടുത്ത് പോകാം, അല്ലെങ്കിൽ അയാൾ അങ്ങോട്ട് വരും. പിന്നെ ചൈനയിലൊന്ന് പോവാം. പിന്നെ നമ്മുടെ പ്രധാനമന്ത്രി പോയി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. പക്ഷേ അത് ഒരുപാട് ക്രിറ്റിസിസം ഉണ്ടാക്കി. അത് സ്ട്രാറ്റജിക് പർപ്പസിന് വേണ്ടിയിട്ടാണ്, നമ്മളെപ്പോഴും റഷ്യ സഹായിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലും പിന്നെ എണ്ണയുടെ ആവശ്യമൊക്കെ വെച്ചിട്ടാണ്. അപ്പം ഇത് ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഒരു തരത്തിലും കോംപ്രമൈസിലാകാത്ത രീതിയിൽ. പക്ഷെ ഇപ്പോൾ അല്പം വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തെ പുടിനാണെങ്കിലും കുറേ മടുത്ത്. കാരണം 2 ആഴ്ച മാക്സിമം പറഞ്ഞിരുന്നത് 2 കൊല്ലം കഴിഞ്ഞ് 3ാമത്തെ കൊല്ലത്തിലേക്ക് പോകുമ്പോഴും ഒരു മാറ്റമില്ലാതെ തുടരുകയാണ്. അത് ഒരു കാര്യം പുടിനുള്ളത്. പിന്നെ സെലൻസ്കി ഇതിൻ്റെ സൂചന നൽകിയിരിക്കുന്നത്
എല്ലാ ആഴ്ചയും അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കും. നമ്മുടെ ചായപ്പേ ചർച്ച എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ചർച്ച ആഴ്ചയിൽ ഒരു ദിവസമുണ്ട്. അപ്പോൾ ആ ചർച്ചയിൽ സെലൻസ്കി പറഞ്ഞു നമുക്ക് റഷ്യയായിട്ട് സംസാരിക്കുന്നതിൽ തെറ്റില്ല. മാത്രവുമല്ല വേറൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, സ്വിറ്റ്സർലൻഡിൽ ഒരു സമാധാന ഉച്ചകോടി നടക്കാൻ പോകുന്നുണ്ട്. ദാറ്റ് ഈസ് ഇൻ നവംബർ. ആ നവംബറിലെ ഉച്ചകോടി, സമാധാന ഉച്ചകോടിയിൽ പ്യൂട്ടിനെയും ക്ഷണിക്കും. അപ്പോൾ ഇതിനു മുമ്പൊരു ഉച്ചകോടി, സമാധാന ഉച്ചകോടി നടന്നായിരുന്നു ഇതേപോലെ, ഇൻ വിച്ച് ദർ വർ സം 110 ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ്സ് പല രാജ്യങ്ങളിലും. പക്ഷേ പുടിനെ വിളിച്ചിട്ടില്ലായിരുന്നു. പുടിനായിട്ടൊരു ബന്ധവും പാടില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ കണ്ടീഷനിൽ വ്യത്യാസം വരുന്നു. സെലൻസ്കി പറയുന്നത് നമ്മൾ അടുത്ത സമാധാന ഉച്ചകോടിയിൽ അദ്ദേഹത്തെ ക്ഷണിക്കും. അടുത്ത നവംബറിൽ സ്വിറ്റ്സർലൻഡിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചർച്ച നടത്തുന്നതിൽ കുഴപ്പമില്ല എന്ന് ജനങ്ങളോട് സംസാരിച്ചപ്പോൾ അഹമ്മദ് പക്ഷേ ഇപ്പോൾ ഈ പറയുന്നത് ഒരു 10 വർഷത്തോളമായി നിൽക്കുന്ന ഒരു വലിയ പ്രശ്നത്തിൻ്റെ ഒരു മഞ്ഞുരുക്കൽ, അങ്ങനെ ഒരു സാധ്യതയായിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഇത് 2-3 തരത്തിൽ പ്രതീക്ഷ ഉയർത്തുന്നുണ്ട്. ഒന്ന്, സാറ് പറഞ്ഞ പോലെ പുടിൻ ഇത്രയും കാലം, കഴിഞ്ഞ 10 കൊല്ലവും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, 2014 ഈ ക്രിമിയ ആക്രമിച്ച് കീഴടക്കിയ കാലം തൊട്ട് പുടിൻ പറയുന്നുണ്ട് ഞങ്ങൾ യുക്രൈനുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല, സമാധാനത്തിന് തയ്യാറാണ്. അപ്പോഴും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഇരച്ചു കയറുകയും അത് കൈയടക്കുകയും ചെയ്യുന്ന ലക്ഷണമൊത്ത ഒരു അധിനിവേശത്തിൻ്റെ അടയാളത്തിൽ നമ്മൾ ഈ അക്രമം കാണിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ സമാധാനത്തിന് തയ്യാറാണ്, പിന്നെയും നമ്മൾ ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു കപടമായ ഹിപ്പോക്രാറ്റിക്കായ നിലപാടല്ല. പുടിൻ അന്നൊന്നും സമാധാനം പറഞ്ഞിട്ടില്ല. പുടിൻ ഇപ്പോൾ 10 കൊല്ലമായിട്ട് സമാധാനം പറഞ്ഞിട്ടില്ല. 2022 എനിക്കൊന്ന് ഫെബ്രുവരിയിലാണ് ആക്രമണം തുടങ്ങിയത്, 2.5 കൊല്ലമായി. അപ്പോൾ ഇപ്പോൾ പുടിൻ ആദ്യമായി സമാധാനം പറയുമ്പോൾ 2 സാധ്യതയുണ്ട്. പുടിൻ്റെ നിലപാട് കൂടി അറിഞ്ഞിട്ട് മാത്രം, സെലൻസ്കിയുടെ നിലപാട് കൂടി അറിഞ്ഞിട്ട് മതി പുടിനെ ചർച്ചയ്ക്ക് വിളിക്കാനെന്ന് അന്താരാഷ്ട്ര സമൂഹം തീരുമാനിച്ചിട്ടുണ്ട്. പുടിനെ വിളിക്കാത്തതുകൊണ്ടാണ്. ഏതെങ്കിലും വേദി കൊടുത്താൽ അവിടെ ചെന്നും അദ്ദേഹം വെള്ളരിപ്പിളാവ് ഞാൻ സമാധാന പ്രേമി എന്ന് പറയും, അക്രമം തുടരുകയും ചെയ്യും. അതുകൊണ്ട് ഈ അധിനിവേശ വിരുദ്ധമായ നിലപാടിന് ഈ സമാധാനത്തിൻ്റെ പക്ഷത്ത് ഇനി ഒരു വെളിച്ചം കാണണമെങ്കിൽ സെലൻസ്കിയുടെ നിലപാട് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഇപ്പോൾ സെലൻസ്കിയുടെ ഭാഗത്തു നിന്നാണ് ആദ്യമായി ചരിത്രത്തിൽ സെലൻസ്കി പറഞ്ഞിരിക്കുന്നു നമുക്ക് പുടിനോട് ചർച്ച ചെയ്യാം. അത് 2 പ്രതീക്ഷ നൽകുന്നുണ്ട്. ഒന്ന്, 2014 തൊട്ട് കഴിഞ്ഞ 10 കൊല്ലം, 2014 കുറച്ചായിരുന്നെങ്കിൽ 2022 വളരെ കൂടുതൽ പ്രദേശങ്ങൾക്ക് കീഴടക്കുകയാണ്. അതിനൊരു സൗകര്യം ഉണ്ടായിരുന്നു. നമ്മുടെ കാശ്മീർ ഇഷ്യൂ പോലെ ഈ യുക്രൈൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, റഷ്യയോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങൾ കൾച്ചറലായിട്ട് തന്നെ, അതൊരു ക്രിസ്ത്യൻ എത്നിക് ഇഷ്യൂ കൂടി ഉണ്ട് അതിനകത്ത്. കൾച്ചറലായിട്ട് തന്നെ യുക്രൈനെതിരായി അവിടെ ഒരു വിഘടനവാദം ഉന്നയിക്കുന്ന ഒരു പ്രദേശമുണ്ട്. അത് വളരെ സമർത്ഥമായി പുടിൻ ഉപയോഗിക്കുക. എന്നാലോചിച്ചു, ഒരു രാജ്യത്തെ ഒരു ആഭ്യന്തര പ്രശ്നത്തെ സമർത്ഥമായി, ഇപ്പോൾ ഇന്ത്യയുടെ കാശ്മീർ ഇഷ്യൂ പാകിസ്ഥാൻ ഉപയോഗപ്പെടുത്തുന്നത് പോലെ ഈ യുക്രൈനകത്തെ ഒരു ആഭ്യന്തര പ്രശ്നത്തെ സമർത്ഥമായി ഉപയോഗിക്കുക. ഒരിക്കലും അന്താരാഷ്ട്ര ധാരണകൾക്ക് വിരുദ്ധമാണത്. അവരെ കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് 2022 ഈ യുദ്ധം തുടങ്ങുമ്പോൾ, ഒടുവിലത്തെ യുദ്ധം തുടങ്ങുമ്പോൾ സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അന്ന് വന്ന വാർത്തകളിൽ, റഷ്യക്ക് വേണ്ടി യുക്രൈനെതിരായി യുക്രൈനകത്ത് പൊരുതിക്കൊണ്ടിരിക്കുന്ന പോരാളികൾ നല്ലൊരു ശതമാനം യുക്രൈനികളായിരുന്നു, ആ പ്രദേശത്തുകാർ. ഈ കൾച്ചറൽ എത്നിക് മൈനോറിറ്റി ഇഷ്യൂ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇതൊക്കെ ഒരു വളരെ സങ്കീർണമായൊരു പ്രശ്നമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇത് നൽകുന്ന ഒരു പ്രതീക്ഷ, ഒന്ന്, സെലൻസ്കിയുടെ ഭാഗത്ത് നിന്ന് സമാധാനം വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സാറ് കൃത്യമായിട്ട് പറഞ്ഞതുപോലെ സെലൻസ്കി ഈ മരണം വരെ വിട്ടുവീഴ്ചയില്ലാതെ പൊരുതാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ലീഡറാണ്. അവരോട് കാണിച്ച അനീതിക്ക് പരിഹാരം ഉണ്ടാകുന്നത് വരെ എനിക്ക് തോന്നുന്നു അന്താരാഷ്ട്ര സമൂഹത്തിൽ വ്യാപകമായി ഒറ്റപ്പെട്ടതോടുകൂടി പുടിൻ റഷ്യയുടെ ഭാഗത്ത് നിന്ന് പോസിറ്റീവായ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടാവണം. അത് മധ്യസ്ഥന്മാർ മുഖേന, ഒരുപക്ഷെ ചൈന മുഖേന, അല്ലെങ്കിൽ നോർത്ത് കൊറിയ മുഖേന. സാറ് പറഞ്ഞ പോലെ ഇപ്പോൾ അവശേഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ എന്നൊക്കെ പറയാനുള്ള രാജ്യങ്ങൾ മുഖേന ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ പിടിച്ചടക്കിയത് മുഴുവനും ഇല്ലെങ്കിൽ പോലും 2014 പിടിച്ചടക്കിയ ക്രീമിയയെ ഇനിയിപ്പോൾ ആരും ക്ലെയിം ചെയ്യേണ്ട എങ്കിൽ പോലും 2022 പിടിച്ചടക്കിയ പ്രദേശങ്ങളെങ്കിൽ തിരിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ഈ അന്താരാഷ്ട്ര സമൂഹത്തിലെ ഉപരോധവും ഒറ്റപ്പെടുത്തലും ഈ ഒഴിവാക്കാൻ എന്ന നിലപാട് പുടിൻ എടുത്തിട്ടുണ്ടാവണം. അതുകൊണ്ട് ഈ സമാധാനത്തിന് സാധ്യതയുണ്ട്, വലിയ പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ 3 കൊല്ലം തികയപ്പോഴേക്ക് കേട്ടോ, ഏതാണ്ട് നവംബറിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ 2022 ഫെബ്രുവരിയിൽ നിന്ന് ഏതാണ്ട് 2024 ഡിസംബറോ നവംബറൊക്കെ ആകുമ്പോഴേക്ക് ഏതാണ്ട് 3 കൊല്ലം തികയും.
അപ്പം രാജ്യാന്തര തലത്തിൽ തന്നെ റഷ്യക്ക് വലിയ ഉപരോധങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത്തരം ഉപരോധത്തിൽ റഷ്യ ഭയപ്പെട്ടിട്ടാണോ എന്ന് അറിയില്ല. എന്തായാലും ഇന്ത്യ റഷ്യ അക്കാര്യത്തിലൊക്കെ സഹായിച്ചിരുന്നു. ഇവിടെ ഇപ്പോൾ സെലൻസ്കി ഇങ്ങനെ ഒരു അയവ് വരുത്താനുള്ള ഒരു കാരണം, അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവില്ല സർ? സെലൻസ്കി അയവ് വരുത്തിയതിനൊരു പ്രധാന കാരണം ഇപ്പോൾ യുദ്ധത്തിൽ അത്ര മെച്ചമല്ല അവരുടെ കണ്ടീഷൻ. അതായത് യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ അല്പം ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം പണ്ടത്തെ അത്രയും ജനറസായിട്ട് വെസ്റ്റേൺ കൺട്രീസ് ഇപ്പോൾ സഹായിക്കാൻ ഉള്ള മനസ്ഥിതിയില്ല. വേറൊരു കാര്യം, ബൈഡൻ വാസ് വെരി ഹെൽപ്ഫുൾ, പക്ഷേ ട്രംപിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞപ്പോൾ ബൈഡൻ തോക്കും എന്നുള്ള ഉറപ്പും ട്രംപ് വിജയിക്കും എന്നുള്ള ഉറപ്പും അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് വന്നു. അപ്പോൾ ട്രംപിൻ്റെ ഇന്ന് കാര്യമായിട്ടൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. നേരത്തെയും അദ്ദേഹം എതിരാണ് റഷ്യൻ പക്ഷത. അദ്ദേഹം പ്രത്യേകിച്ച് സ്വന്തം രാജ്യത്തിൻ്റെ ഗുണം നോക്കുന്നു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അദ്ദേഹത്തിൻ്റെ. ഈ നേറ്റോയിലുള്ള കൺട്രീസിനും അതേപോലെ യുക്രൈനും കണ്ടവർക്കൊക്കെ പൈസ വാരി കൊടുത്തതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങളാണ് ബുദ്ധിമുട്ടുന്നത്, നമ്മുടെ ടാക്സ് പേഴ്സാണ് ബുദ്ധിമുട്ടുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ അധികം ശ്രദ്ധിക്കേണ്ട എന്നുള്ളൊരു സ്റ്റാൻഡാണ് ഈ പറഞ്ഞ ട്രംപിന്. പിന്നെ അത് കൂടാതെ ഇപ്പോൾ കിട്ടുന്ന ആയുധങ്ങൾ വെച്ചിട്ട് റഷ്യയുമായിട്ട് പിടിച്ചു നിൽക്കാൻ അവർ കഷ്ടപ്പെടുകയാണ് സെലൻസ്കി. അപ്പോൾ ഇപ്പോൾ ഉള്ള ഈ കഷ്ടപ്പാടും അതിൻ്റെ കൂട്ടത്തിൽ ഇനി അങ്ങനെ ട്രംപ് വന്നു കഴിഞ്ഞാലത്തെ അവസ്ഥയും കൂടി വെച്ച് നോക്കുമ്പോൾ അധികം മുന്നോട്ട് പോകാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഒരുവിധം മാന്യമായ വ്യവസ്ഥകളിൽ അതൊക്കെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും നല്ലതെന്നുള്ള തീരുമാനത്തിൽ സെലൻസ്കി എത്തിയിരിക്കണം എന്നാണ് നമുക്ക് കരുതാനായിട്ട്. പക്ഷേ ഇങ്ങനെ ഒരു കോംപ്രമൈസ് എന്നുള്ള ലൈനിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ സെലൻസ്കിയോടും യുക്രൈനോടും അവരുടെ വീരോചിതമായ പോരാട്ടത്തെ നമ്മൾ വളരെ ഒരു അപ്രിസിയേഷനോടുകൂടി വേണം കാണാനായിട്ട്. വേറൊരു രാജ്യത്തിനും റഷ്യ പോലൊരു രാജ്യമായിട്ട് ഇത് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നു, ഇപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് സാധാരണക്കാർക്ക് പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ വീരോചിത പോരാട്ടത്തെ നമുക്ക് ബഹുമാനത്തോടു കൂടി കാണാം. പക്ഷേ കുറച്ച് പ്രായോഗിക ബുദ്ധി കൂടി ഇതിൽ കൂട്ടിച്ചേർക്കാനാണ്. പക്ഷേ ആമദാഷ് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ റഷ്യയെ പോലൊരു രാജ്യത്തിന് ഉക്രൈനെ വേണമെങ്കിൽ കുറച്ചുകൂടെ മുമ്പേ കീഴ്പ്പെടുത്താൻ, അല്ലെ അതിനുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്തൊരു പൊളിറ്റിക്കൽ ഗെയിം ഉണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റു പറയാൻ പറ്റുമോ? അത് ഗെയിം അല്ല എന്ന് എനിക്ക് തോന്നുന്നു. സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലത്ത് ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയൻ സാറിന് ഓർമ്മയുണ്ടാവും, ഈ ചെക്കോസ്ലോവാക്യ ആക്രമിച്ചല്ലോ. അന്ന് ലോകത്തിലെ സകലമാന, അന്ന് ഇന്നത്തെ പോലെയല്ല, സോഷ്യലിസ്റ്റ് ചേരി വളരെ സ്ട്രോങ് ആണ്. എല്ലാ രാജ്യങ്ങളും ഏകപക്ഷീയമായി അപലപിക്കുകയാണ് ചെയ്തത്. കാരണം അധിനിവേശം, ഒരു സ്വതന്ത്ര രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കുക എന്നത് ഒരു സോഷ്യലിസ്റ്റ് രാജ്യത്തിൻ്റെ സ്വഭാവമായി കൂടാ എന്ന് പറഞ്ഞിട്ട് റഷ്യ അവരുടെ നിലപാടിൽ ഗണ്യമായ മാറ്റം. അന്നത്തെ റഷ്യ സോവിയറ്റ് യൂണിയനാണ്, ഇപ്പോൾ അതിൻ്റെ ഒരു കഷ്ണം മാത്രമാണ് ഇപ്പോഴത്തെ റഷ്യ. പക്ഷേ അതേ നയം, അന്ന് സോവിയറ്റ് യൂണിയൻ തന്നെ ഉപേക്ഷിച്ച നയം റഷ്യ ഇപ്പോൾ ഒരു നയമായിട്ട് എടുക്കുകയാണ്. തങ്ങളുടെ എതിർ രാജ്യത്തെ, അയൽ രാജ്യത്തെ പോയി കീഴടക്കുക. അപ്പോൾ കീഴടക്കുന്നതിനെതിരായി ഇപ്പോൾ ഒരു പ്രശ്നമുള്ളത്, ഒരു പക്ഷേ പുട്ടിനും സമാധാന ചർച്ചയ്ക്ക് തയ്യാറായതിൻ്റെ ഒരു കാരണം അവശേഷിക്കുന്ന സോഷ്യലിസ്റ്റ് ചേരി, ആ ചേരിയെ ഇപ്പോൾ അങ്ങനെ വിളിക്കാമോ എന്നൊക്കെ ഉള്ള കാര്യത്തിൽ എനിക്ക് ബലമായ തർക്കമുണ്ട്. ചൈനയെ ആരെങ്കിലും സോഷ്യലിസ്റ്റ് രാജ്യം എന്ന് വിളിക്കും? ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിത്ത രാജ്യമാണ് ചൈന ഇന്ന്. ഇപ്പം നോർത്ത് കൊറിയ നിവൃത്തികേടുകൊണ്ട്, ദാരിദ്ര്യം കൊണ്ട് വേണമെങ്കിൽ, ദാരിദ്ര്യം ജനകീയമായി തീർന്നിരിക്കുന്ന, ദാരിദ്ര്യം സോഷ്യലിസ്റ്റ് വൽക്കരിക്കപ്പെട്ട, അത് സമീകരിക്കപ്പെട്ട ഒരു രാജ്യം എന്ന രീതിയിൽ വേണമെങ്കിൽ വിളിക്കാമെന്നല്ലാതെ ഈ ലോകത്തിലെ ശക്തിയുള്ള സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ ഇപ്പോൾ അവശേഷിക്കുന്ന റഷ്യയും പിന്നെ ഒന്ന് ചൈനയുമാണ്. ഈ രണ്ട് രാജ്യങ്ങളുടെയും അധിനിവേശ മോഹങ്ങളെ ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന വികസിത രാജ്യങ്ങളും വികസ്വര രാജ്യങ്ങളും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും എല്ലാവരും ഈ ചൈനീസ് അധിനിവേശ മോഹങ്ങളെ, അതിന് നമ്മുടേതായ കാരണങ്ങളുണ്ട്. നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ ചൈന കൊണ്ടിരിക്കുന്നത് എന്താണ്? പാകിസ്ഥാനുമായി കൂട്ടുചേർന്ന് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഹോങ്കോങ്ങിൽ കാണിച്ചത് എന്താണ്? ഇങ്ങനെ ലോകരാജ്യങ്ങൾക്ക് അനുഭവങ്ങളുണ്ട്. അത് UK അനുഭവിച്ചിട്ടുണ്ട്, ഇന്ത്യയും അനുഭവിച്ചിട്ടുണ്ട്. ലോകരാജ്യങ്ങളൊക്കെ ചൈനയെ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ചൈന സഹായിച്ച് കളയും എന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോയാൽ, ചൈനയുമായി ഒരു നെക്സസ് ഉണ്ടാക്കിയിട്ട് ലോകരാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോയാൽ ഇപ്പോൾ നേരിടുന്നതിനേക്കാൾ വലിയ ഉപരോധം നേരിടേണ്ടി വരും എന്ന് റഷ്യക്കറിയാം. മാത്രമല്ല, ദീർഘകാലത്തേക്ക് യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നത് പല കാരണങ്ങളാൽ, ഇപ്പോൾ നാറ്റോ സഹായിച്ചാലും ഇല്ലെങ്കിലും ദീർഘകാലത്തേക്ക് യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നതിന് ലോകരാജ്യങ്ങൾ തന്നെ എതിരാണ്. അമേരിക്കയിലെ വലിയൊരു വിഭാഗം ജനത യുദ്ധത്തിനെതിരാണ്. അതുകൊണ്ട് ഈ യുദ്ധം മാത്രമല്ല, അപാരമായ സാമ്പത്തിക ശേഷിയും വേണം യുദ്ധം നടത്തിക്കൊണ്ടുപോകാൻ. അതുകൊണ്ട് കുറെ കൂടി റിയലിസ്റ്റിക്കായ നിലപാട് രണ്ടു പക്ഷത്തും ഉണ്ടായി എന്ന് വേണം. ഇനിയിപ്പോൾ ഒരു 2.5 കൊല്ലത്തോളം
കടുത്ത യുദ്ധം നടത്തിയിട്ടാണെങ്കിലും ആ ബോധ്യം വന്നെങ്കിൽ അത് ശരിയാണ്. സമാധാനത്തിൻ്റെ ഒരു സൂചന ഇതിനകത്തുണ്ട്. ഒറ്റ കാര്യം കൂടി, ഇന്ത്യ സ്വീകരിച്ച നിലപാട് മാതൃകാപരമാണ്. ഇന്ത്യയെ റഷ്യ സഹായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇവരല്ല സഹായിച്ചത്, സോവിയറ്റ് യൂണിയനാണ് സഹായിച്ചത്. അത് പ്രശ്നത്തിൻ്റെ കാലത്ത് അത് അന്നാണ്, ആ കാലം പോയി. പക്ഷേ എന്നാലും ആ പാരമ്പര്യത്തെ ഓർത്തെങ്കിലും നമ്മൾ റഷ്യയോട് ഇപ്പോഴും നന്ദിപൂർവ്വം പെരുമാറുകയും. ഇപ്പോൾ ഇന്നലെ ഇദ്ദേഹം പോയി നെതന്യാഹു പോയി അമേരിക്കയിൽ 50 കൊല്ലത്തെ സഹായത്തിന് നന്ദി പറഞ്ഞില്ലേ? അത് ബൈഡൻ സഹായിച്ചതിനല്ലല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ പുടിൻ സഹായിച്ചതിനല്ല, അന്നത്തെ ബ്രഷ്നേവ് ഉൾപ്പെടെയുള്ളവർ സഹായിച്ചതിന് നന്ദി പറഞ്ഞു. നല്ല കാര്യം. കൂട്ടത്തിൽ ഇന്ത്യയുടെ ഒരു അന്തസ്സ് ഉയർത്തിപ്പിടിച്ചു. ബൈഡൻ്റെ ഈ പുടിൻ്റെ ചെവിയിൽ മോദി പോയി പറഞ്ഞു, യുദ്ധം ഒന്നിനും പരിഹാരമല്ല. അത് പറഞ്ഞില്ലേ? അത് പറഞ്ഞിട്ട് ഐക്യപ്പെടും. അപ്പോൾ അതുപോലെ തന്നെയാണ് സെലൻസ്കിയെയും പോയി കണ്ടു. അദ്ദേഹം ഉച്ചകോടികളിലൊക്കെ കണ്ടപ്പോൾ സെലൻസ്കിയോടും ഐക്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്ട്രാറ്റജിക്കൽ നയമാണ്. ഒറ്റ കാര്യം കൂടി എനിക്ക് അതിൽ ചേർത്ത് പറയാനുണ്ട്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ, അവശേഷിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ പരസ്യമായി സോവിയറ്റ് യൂണിയൻ്റെ അധിനിവേശ നിലപാടിനോട് കടുത്ത വിരോധം പുലർത്തിയവരാണ്, കൃത്യമായ നിലപാടെടുത്തവരാണ്. അങ്ങനെയാണെങ്കിൽ അവശേഷിക്കുന്ന സോഷ്യലിസ്റ്റ് രാജ്യം എന്ന് അവകാശപ്പെടുന്ന റഷ്യ ആധുനിക യുഗത്തിൽ ഈ യുക്രൈനോട് കാണിക്കുന്ന ഈ കടുത്ത അധിനിവേശമുണ്ടല്ലോ, നഗ്നമായ അധിനിവേശം, ഏകപക്ഷീയമായ തേരോട്ടം, പടയോട്ടം, അതിനെ എന്താ നമ്മുടെ നാട്ടിലൊന്നും എന്താണ് യുക്രൈൻ യുദ്ധത്തിനെതിരായി ഇപ്പോഴും ഫലസ്തീൻ ഇവിടുത്തെ കലാമേളകൾക്ക് പോലും ഇന്തിഫാദ എന്ന് പേര് യുക്രൈൻ യുദ്ധം ഇവർക്ക് അജണ്ട പോലും ആകാത്ത എന്താണ്? അത് സോഷ്യലിസ്റ്റ് ചേരിയുടെ കൂടി പ്രധാനപ്പെട്ട ഒരു അജണ്ട ആയിരുന്നല്ലോ. എന്തു പറ്റിയെന്ന് അവരോടും ചോദിക്കേണ്ടിയിരിക്കുന്നു. സാർ പറഞ്ഞ സോഷ്യലിസ്റ്റ് ഒരു കാര്യമുണ്ടല്ലോ, ഇപ്പോൾ റഷ്യ ചെക്കോസ്ലോവാക്യയിൽ കയറി, അപ്പോൾ അത് പാടില്ല, ഇനി അങ്ങനെ മുന്നോട്ട് പോകരുതെന്നൊക്കെ. Russia has always been like that. In 1956, they conquered Hungary. Yes. 60 Czechoslovakia. 80 അഫ്ഗാനിസ്ഥാൻ. ഇതാണ് അവരുടെ രീതി. പിന്നെ ചൈന ഏറ്റവും കൂടുതൽ സോഷ്യലിസം പറഞ്ഞിരുന്ന കാലത്തും അടുത്തുള്ള എല്ലാ കൺട്രീസിൻ്റെ അതിര് മാന്താൻ പോകും. ഒറ്റ രാജ്യത്തിൻ്റെ അടുത്ത് മാത്രം പോകില്ല, പാകിസ്ഥാൻ്റെ അടുത്ത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് പിടിച്ചെടുത്ത പ്രോപ്പർട്ടി അല്ലെങ്കിൽ സ്ഥലം, ആ ലാൻഡ് ചൈനയ്ക്ക് വിട്ടുകൊടുത്തായിരുന്നു, ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്തായിരുന്നു. അത് ഇന്ത്യയായിട്ട് അടിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോയിക്കോ, നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റുമെങ്കിൽ വെച്ചോ എന്നും പറഞ്ഞ് ചൈനയ്ക്ക് വിട്ടുകൊടുത്തു. ഇപ്പോഴും ഇന്ത്യക്ക് ഭീഷണിയായി നിലകൊള്ളുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചൈന പാകിസ്ഥാനെ ആക്രമിക്കണില്ല, അല്ലെങ്കിൽ പാകിസ്ഥാനായിട്ട് അതിർത്തി തർക്കമൊന്നും ഉണ്ടാവില്ല. ബാക്കി ചൈനയായിട്ട് കോമൺ ബോർഡറുള്ള എല്ലാവരുമായിട്ടും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സെലൻസ്കിയും പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ച എത്രയും പെട്ടെന്ന് നടക്കട്ടെ. നവംബറിൽ അത് ഒരു വലിയ മഞ്ഞുരുക്കലിൻ്റെ ഭാഗമായി തീരട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച തൽക്കാലം അവസാനിപ്പിക്കാം. തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.